ഹലോ, മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? അതെ. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഇത് ഉദ്ദേശം വേറെയാ. വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ചത് നിങ്ങളാ. മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ. വേണ്ട, ചീപ്പായിട്ട് കൊറേ ഹിന്ദി സിനിമകളി വന്നില്ലേ? കൊള്ളാം, നിനക്ക് പറ്റും. അതിനനുസരിച്ച് അപ്പൊ കുണ്ടിക്കാ ചേച്ചി? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? എന്തൊക്കെയാ ചോദിക്കുന്നത്? കുണ്ടിയില്ലേ? ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചണ്ടിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. ഇതൊന്നുടെ ഇതാണ് പ്രാങ്ക്. ഒരു മര്യാദക്കെ വേണ്ടടി. പ്രാങ്ക് ആണെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാമെന്നാ. ഇനിയിപ്പോ നിന്റെ കുണ്ടിയിലും കൂടി ഇട്ട് തരാത്തതിന് കുറവും കൂടി. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ടേരോ മെഹന്തി? ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇതാരുടെ വീടാണെന്ന് കരുതി? ഫോൺ ചിരിക്കണം. വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. അവളുടെ ഒരു കുണ്ടിയിലെ സർപ്രൈസ്. അല്ല, ഫസ്റ്റ് നൈറ്റ് തന്നെ ഫിയാൻസിന്റെ മുന്നിലോട്ട് കുണ്ടിയും പൊക്കി പിടിച്ച് പോകാനാണോ പ്ലാൻ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. അവള് മഹാ പഴയാട്ടോ. ഇത്തരം തട്ടിപ്പോയാൽ നിനക്കൊക്കെ തമാശയായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പിറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. നിന്റെയൊക്കെ വിചാരം നീക്ക് ആരാണ്? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. നാണം കെട്ട വർഗ്ഗങ്ങളെ. ആ ചേച്ചി പ്രൊഫഷണൽ ആയി കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. നിനക്കൊക്കെ വേറെ എന്തൊക്കെ തരത്തില് പ്രാങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ തീട്ടക്കുണ്ടി കേസും കൊണ്ടുവരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഭയങ്കര ഒരു ക്രിഞ്ചൊന്നുമല്ല, ഒരുമാതിരി അലവലാതിത്തരമായി പോയി എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. പക്ഷേ ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. എന്നാലും എന്റെ പപ്പി ഓരോരോ കോപ്രായങ്ങൾ. എന്തുകൊണ്ട് വിവരം എന്നോട് നേരത്തെ സൂചിപ്പിച്ചില്ല? ഞാനില്ലേ ഇവിടെ, വേണ്ടത് ചെയ്യില്ലേ? നമസ്കാരം, ഞാൻ RJ അഞ്ജലി. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. അതെ, അറിയാത്ത പിള്ളിക്ക് അറിയുമ്പോ ചൊറിയും. മണവാളൻ മൈലാഞ്ചി സാറിനറിയോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ.